ഇത് കായംകുളം സ്വദേശിനി ഗോപിക. ശരിക്കും ഇവരുടെ പേര് ഗോപിക എന്നല്ല വേണ്ടിയിരുന്നത്. പകരം വല്ല തങ്കമ്മയെന്നോ പൊന്നമ്മയെന്നോ ഒക്കെയാണ് ഇവർക്ക് പറ്റിയ പേര്. കാരണം സ്വർണം എന്ന് കേട്ടാൽ അത്രയ്ക്കും ഭ്രമമാണ് ഗോപികയ്ക്ക്. കാണാൻ നല്ല സുന്ദരിയാണെങ്കിലും കയ്യിലിരിപ്പ് അല്പം മോശമാണ്. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ എന്ന ചൊല്ല് ഇവിടെ അന്വർത്ഥമായിരിക്കുകയാണ്. താൻ ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ച ആ തട്ടിപ്പിന്റെ രഹസ്യം പോലീസ് കൈയോടെ പൊക്കുമെന്ന് ഒരിക്കലും ഗോപിക കരുതി കാണില്ല. കഴിഞ്ഞ വർഷം മെയ് 10 പ്രയാർ വടക്കുമുറിയിൽ പനക്കുളം വീട്ടിൽ സാബുഗോപന്റെ വീട്ടിൽ നിന്ന് 14.5 പവൻ സ്വർണം മോഷണം പോയിരുന്നു. സാബുഗോപന്റെ മകന്റെ ഭാര്യയാണ് ഗോപിക. സ്വർണം മോഷണം പോയത് വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാറയിൽ നിന്നാണ്. അന്ന് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നിൽ ആ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാമെന്ന സംശയവും പോലീസിനുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഈ മാസം 3-ാം തീയതിയാണ് സാബുഗോപന്റെ ബന്ധുവായ ഇടയനമ്പലം സ്വദേശി ഗോപികയുടെ കയ്യിൽ ലോക്കറിൽ വെക്കാൻ ഏൽപ്പിച്ചിരുന്ന 11 പവനോളം സ്വർണം തിരികെ എടുക്കാൻ ആവശ്യപ്പെടുന്നത്. 2 ആഴ്ച മുൻപാണ് ഇത് ലോക്കറിൽ വെച്ചിരുന്നത്. എന്നാൽ ലോക്കറിൽ നിന്നും സ്വർണമെടുത്ത് വീട്ടിലേക്കുള്ള യാത്രക്കിടെ സ്വർണം തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുവെന്നാണ് ഗോപിക പറഞ്ഞത്. തുടർന്ന് ബന്ധു പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനു പിന്നാലെ സംഭവത്തിന്റെ വസ്തുത അറിയാനായി ഗോപികയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഗോപികയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ചോദ്യം ചെയ്യലിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഗോപിക പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് ഗോപികയെ സാബുഗോപന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അന്വേഷണം നടത്തിയപ്പോൾ നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ ആ സ്വർണം വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തി. പിന്നീട് ഗോപികയെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് 1 വർഷം മുൻപ് ഇവർ നടത്തിയ മോഷണവും തെളിയുന്നത്. വീട്ടിൽ നിന്നും കാണാതായ 14.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് താനാണെന്ന് ഒടുവിൽ ഗോപികയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. കൂടാതെ മോഷണ മുതലുകൾ ഗോപിക ബന്ധുവിനെ കൊണ്ട് വിൽപ്പന നടത്തുകയും വിറ്റുകിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് പണയം വെച്ച തന്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തതായും ഗോപിക സമ്മതിച്ചു. സാബുവിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നും 1 പവൻ തൂക്കം വരുന്ന 4 ഡൈ മോഡൽ വളകളും 10 പവൻ തൂക്കം വരുന്ന ഒരു മാലയും 1/2 പവൻ തൂക്കം വരുന്ന ഒരു ആലില മോഡൽ താലിയും ഉൾപ്പെടെ 14 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് അന്ന് ഗോപിക അടിച്ചെടുത്തത്. കായംകുളം ഡിവൈഎസ്പി ആയ ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.